പൊയ്ക്കോ. എന്തോ അവള് വന്നാലും ഇല്ലെങ്കിലും അവന്മാർക്കുള്ള നിനക്കിട്ട് തന്നിട്ട് ഞങ്ങൾ പോവും. അയ്യോടാ ക്യാമറ എടുത്തില്ലല്ലോ. ക്യാമറ എടുത്തായിരുന്നെങ്കിൽ ഷൂട്ട് ചെയ്ത് നമ്മുടെ പാർട്ടി ചാനൽ അങ്ങ് ഇടായിരുന്നു. ക്യാമറയൊക്കെ ഉണ്ട്. ഇവനിട്ട് തല്ലി കിട്ടുന്ന ഷൂട്ട് ചെയ്യാനേ ഈ ക്യാമറയൊക്കെ മതി. എടിപൊടിന്ന് വിളിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം കേട്ടോ. അയ്യോ പേടിപ്പിക്കല്ലേ ചേട്ടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇയാള് തെറ്റ് കാണിച്ചേട്ടാ ഞങ്ങൾ കയറി ഇടപെട്ടത്. എന്ത് തെറ്റ്? ഒന്ന് ഞോണ്ടവും പിടിക്കാൻ ചെയ്യുന്നതാണ് ഇത്ര വലിയ തെറ്റ്. അതിനേക്കാളും വലിയ പാപങ്ങൾ ഇവിടെ നടക്കുന്നു. അങ്ങോട്ടും നിങ്ങളുടെ ക്യാമറ പോകാത്തെന്താ? ശരിക്കും ഞാൻ ആ കൊച്ചിനെ എന്താ ചെയ്യുന്നത് കാണിച്ചേ? അല്ല രാജീവേട്ടാ, ഡെമോ കാണിക്കാൻ ദേ നിക്കല്ലടാ. ഡെമോൺസ്ട്രേഷനോ പ്രാക്ടിക്കലോ എന്താണത് ചെയ്യേ. ഇങ്ങോട്ട് മാറിക്കടാ. നീ കളിക്കടാ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആ വിസ്മയല്ലേ? അതെ സർ. എന്താ ആരാ ഇവരൊക്കെ? സാർ ഞങ്ങൾ ഈ വഴി പോയപ്പോ ആ ശരി പോകോ. കഴിഞ്ഞ ആഴ്ച കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് എഴുതിയ ഫീച്ചർ അത് ഞാൻ വായിച്ചിരുന്നു. അയാളൊരു പോസ്റ്റാട്ടാ. അവളെ പിന്നെ എടുക്കടാ നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും എൻ്റെ പ്രസക്തി മനസ്സിലാക്കിയിട്ടില്ല. കാടും മരവും കൃഷിയൊന്നും വേണ്ട, ആകാശത്തേക്ക് നോക്കിയിരുന്നാൽ മനുഷ്യന് വേണ്ടതെല്ലാം കിട്ടുമെന്നല്ലേ മന്ത്രിമാരവരെ പറയുന്നത്. അല്ല ഇതാരാ? ഇത് ദർശൻ, ചാനൽ ക്യാമറാമാനാ. നമസ്കാരം സർ. നമസ്കാരം. സിറ്റുവേഷൻ പന്തിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ വിസ്മയ, ഞാനിവിടെ തൊട്ടടുത്താ താമസം. പിന്നെ ഇവന്മാരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കാതിരിക്കാൻ നല്ലത്. ഇപ്പൊ ഞാൻ അവരെ ഡീൽ ചെയ്ത് കണ്ടില്ലേ, അതുപോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതി. സർ, ഇതിലൊരാളായിരുന്നു കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച്. യെസ്, ഞാൻ കണ്ടിരുന്നു ചാനലില്. അതുകൊണ്ടല്ലേ തിരക്കുണ്ടായിട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ കയറുന്നത്. ആ എന്നാ നിങ്ങൾ പൊയ്ക്കോ. തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ബൈക്കുണ്ട്. ഓക്കെ ശരി. ആ വിസ്മയ, വീണ്ടും എഴുതണം. മറ്റ് കപട ബുദ്ധിജീവികളെ പോലെ എഴുത്ത് മാത്രം പോരാ, ഇടപെടലുകളും വേണം. കേരള സമൂഹം തന്നെ പോലെയുള്ളവരിൽ നിന്നും ഇനിയും ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്, ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ എന്നാ ഞാൻ അങ്ങോട്ട്. ഓ ശരി സർ. ആ പേടിച്ചോ? പേടി ഇപ്പൊ എന്നെ കുറിച്ച് മാത്രല്ല, ഞാൻ കാരണം ദർശനം കൂടി. ഓക്കെ ശരി സർ. ഈ അടിയൊന്നും നമുക്കൊരു പുത്തരിയല്ലെന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ന്യൂസ് കവറേജിനൊക്കെ പോകുമ്പോ എത്രയോ പ്രാവശ്യം ജസ്റ്റ് മിസ്. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടത്തില്ല, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടത്തില്ല. അങ്ങനെ എത്ര അടി മിസ്സായെന്നറിയോ? ദാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് കൊടുക്കാനും പറ്റിയില്ല, എനിക്കിട്ടൊന്ന് കിട്ടിയതുമില്ല. പിന്നെ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. തനിക്ക് വേണ്ടിയായിരുന്നു എന്നെങ്കിലും പറയാമായിരുന്നു. അതോർത്ത് നിരാശപ്പെടണ്ട, അതിനുള്ള അവസരം ഞാൻ ഇനി ഉണ്ടാക്കി തരാം. ഭയങ്കര തമാശക്കാരൻ. ദർശൻ, നീ എവിടെയുണ്ട്? ഓക്കെ, ഗാർഡനിലോട്ട് വാ. ദർശൻ, എടാ അന്ന് ഷൂട്ട് ചെയ്ത ഫുട്ടേജ് പോരാ, 3-4 മിനിറ്റ് കൂടി വേണം. ഓക്കെ, നീ ഒന്ന് സെറ്റ് ചെയ്യ്. വിസ്മയ, അന്നത്തെ കോസ്റ്റ്യൂം കയ്യിലുണ്ടോ? അതൊന്ന് മാറിക്കോട്ടെ. ശരി ശരി. ശ്യാമേ, റെഡിയല്ലേ? റെഡി ചെയ്തിട്ടാ. എവിടെ ആയിരുന്നടാ നീ? സന്തോഷമായല്ലോ നിനക്ക്? ജിത്തേടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എങ്ങോട്ടാടാ? വിസ്മയ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. വിസ്മയ, ഇനി ചേഞ്ച് ചെയ്യാൻ പോയിക്കോളൂ. എന്താടാ എന്താ വേർക്കണേ? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ലെന്നേ. കാര്യം പോയി.
ഇത് എവിടേക്കാടാ നീ ഓടുന്നേ? നിനക്ക് ആ ക്യാമറ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് പോയിക്കോട്ടെ. അളിയ ഒന്ന് സഹകരിക്കും, അവള് പോകുന്നതിന് മുമ്പ് ഒന്ന് മുട്ടിക്കോട്ടെ പ്ലീസ്. നടക്കട്ടെ, അവള് ക്യാൻറ്റീനിലുണ്ട്. താങ്ക്സ് അളിയ. ഹലോ. ഹായ്. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം.